പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ പാടുകയാണ്. പത്തരമാറ്റുള്ള മാപ്പിളപ്പാട്ടിന്റെ മൈലാഞ്ചി പാടത്തേക്ക് പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചുങ്കത് ജ്വല്ലറി പട്ടുറുമാൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത് ജ്വല്ലറി. നമുക്ക് സ്വാഗതം ചെയ്യാം പട്ടുറുമാലിന്റെ പാട്ടുതോണിയിലെ അമരക്കാർ, നമ്മുടെ സ്വന്തം വിധികർത്താക്കളെ. ഫിറോസ് കാ, നജീം കാ, ജിഷ നവീൻ. പട്ടുറുമാലിന്റെ സ്വര മാധുര്യം കൂട്ടുന്ന നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീമിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം. നാവിൽ രുചിയും കാതിൽ സ്വരവുമായി അമ്മായി പാട്ട് റൗണ്ടിൽ ആദ്യമായി ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പെർഫോമൻസിനായി വെയിറ്റ് ചെയ്യാണ് ഗ്രീഷ്മ. ഐ വെൽക്കം ഹർ ഓൺ ദി ഫ്ലോർ ഓഫ് ചുങ്കത് ജ്വല്ലറി പട്ടുറുമാൽ. ഗ്രീഷ്മ കുട്ടി ചേച്ചി, എന്തൊക്കെയാ വെറൈറ്റീസ്? നല്ല രസമുണ്ടല്ലോ കാണാൻ. ഈന്തപ്പഴം, ചക്ക ചിപ്സ്, പിന്നെ എള്ളുണ്ട. ഇതെന്താണ്? സ്പെഷ്യൽ ഉണ്ണിയപ്പം. സ്പെഷ്യൽ ഉണ്ണിയപ്പം, വൈറ്റ് കളർ അല്ലേ? എന്റെ ഫേവറേറ്റ് ആണ് എള്ളുണ്ട. ഞാൻ എടുക്കാം. ഇനി ജഡ്ജസിന് വേണോ വേണ്ടേ നമുക്ക് ചോദിക്കാം. നജീംക്ക വേണോ? ആ ചോദ്യത്തിന്റെ ആവശ്യം ഇല്ല, നജീംക്ക ഡയറ്റിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ടുള്ള ഡയറ്റ് മതി. ഓക്കെ, ജഡ്ജസിന് സെർവ് ചെയ്തോളൂ ആദ്യം. ഗംഭീര പലഹാരങ്ങൾ. എന്തായാലും ഗംഭീര പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ദി ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞമ്മന്റെ പുയ്യാപ്ല ബീരാവുണ്ണിയുടെ സൽക്കാരത്തിന് കല്യാണ പീരീഷങ്ങളാടി. പുയ്യാപ്ലെ കൂട്ടരും ഒത്തിങ്ങിത്തിടുമെന്നതു കാത്തത വീട്ടിൽ നാട്ടാരും കുടുംബക്കാരേ. കല്യാണ പീരീഷങ്ങളാണ്. പുയ്യാപ്ലേം കൂട്ടരും ഒത്തിങ്ങിത്തിടുമെന്നതു കാത്തത വീട്ടിൽ നാട്ടാരും കുടുംബക്കാരേ. കല്യാണത്തിൻ്റെ വീട്ടില് പുതുപെണ്ണായി ചമഞ്ഞതു മോത്ത്. പുന്നാര മോള് സുലൈഖ കല്യാണത്തിൻ്റെ വീട്ടില് പുതുപെണ്ണായി ചമഞ്ഞതു മോത്ത്. അമ്മായും അമ്മോശനും തെക്ക് വടക്ക് ഓടി നടന്ന് സൽക്കാരം കോടി പൂരമാക്കി. അമ്മായും അമ്മോശനും തെക്ക് വടക്ക് ഓടി നടന്ന് സൽക്കാരം കോടി പൂരമാക്കി. ഞമ്മന്റെ പുയ്യാപ്ല ബീരാവുണ്ണിയുടെ സൽക്കാരത്തിന് കല്യാണ പീരീഷങ്ങളാണ്. പുയ്യാപ്ലെ കൂട്ടരും ഒത്തിങ്ങിത്തിടുമെന്നതു കാത്തത വീട്ടിൽ നാട്ടാരും കുടുംബക്കാരേ.
പാട്ടിൽ നോക്കുമ്പം മൊത്തം നാവില് വെള്ളം ഊറിയായിരുന്നു. ബിരിയാണി, പുഡിങ്, പത്തിരി, കോഴിക്കറി എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? ഷോ, എനിക്ക് തന്നെ കൊതിയായി കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ടിനെ കുറിച്ച് ഇഷ്ടമായോ ഇല്ലേ നമുക്ക് ജഡ്ജിന് ചോദിച്ചറിയാം. കുറച്ച് ഭക്ഷണപ്രിയനായ നമുക്ക് ജഡ്ജിൻ്റെ അടുത്ത് ആദ്യം തന്നെ നമുക്ക് ചോദിക്കാം. നജീമിക്ക, അതെന്താ ഞാൻ ഭക്ഷണപ്രിയനായിട്ട് തോന്നി? ഞാൻ ഫുഡ് ലഞ്ചിന് ഞാൻ കാണാറുണ്ട് കേട്ടോ. ഞാൻ വളരെ കുറച്ചാണല്ലോ അച്ചോ. കഴിക്കാറുള്ളത്. എന്റെ രൂപം കണ്ടിട്ടാണോ? ഗ്രീഷ്മ, ബ്യൂട്ടിഫുൾ സിംഗിങ്. നല്ല രസമുണ്ടായിരുന്നു. വോയിസ് ഒക്കെ നല്ല ശരിയായി. ഇന്ന് നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട്. പിന്നെ നല്ല എൻജോയ് ചെയ്ത് പാടി. അമ്മായി പാട്ട് കേട്ട് ബിജു ഒക്കെ വരെ ഇറങ്ങി അല്ലേ? അപ്പോൾ നമ്മൾ നല്ല എൻജോയ് ചെയ്തു. ഓർക്കസ്ട്ര ഒക്കെ നല്ല നല്ല രസമായിരുന്നു. ബാക്കപ്പ് എല്ലാം ഒന്നുമില്ല പറയാൻ, നന്നായി, അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നജീം കാ. ഫിറോസ് കാ. ഗ്രീഷ്മക്കുട്ടി, ഓ തകർത്തു, അടിച്ചു പൊളിച്ചു. സൽക്കാരം തന്നെയാക്കി അല്ലേ? അമ്മായി ആയി വന്നു, ആസ്വദിച്ച് ഒരു സൽക്കാരപ്പാട്ട്. ഞങ്ങൾക്ക് സാധാരണ കിട്ടുന്ന പോലെയുള്ള ഉണ്ണിയപ്പം അല്ല, ഈസ്റ്റ്മാൻ കളറാണ്. ബ്രൗൺ ഉണ്ട്, ചോപ്പുണ്ട്, വെള്ളയുണ്ട്, എല്ലാം കൂടി ചേർന്നൊരു കളർ. ഗംഭീരമായി, ഭക്ഷണം ഗംഭീരമായി. മോള് തകർത്ത് പടി കേട്ടോ, എല്ലാ ഭാഗങ്ങളും. ഇതിപ്പോ ഗ്രീഷ്മയുടെ കല്യാണമായിരുന്നെങ്കിൽ എങ്ങനെ പാടും? കല്യാണമൊക്കെ കഴിഞ്ഞു, അമ്മയും അച്ഛനൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു, അപ്പൊ അതെങ്ങനെ പാടും? ഞമ്മന്റെ കണ്ടസ്റ്റന്റ് ഗ്രീഷ്മക്കുട്ടിയുടെ സൽക്കാരത്തിന് കല്യാണ പീരീശങ്ങളാണേ ഇന്ന്. പുയ്യാപ്ലേൻ കൂട്ടരും ഒത്തിങ്ങെത്തിടുമെന്നത് കാത്തത വീട്ടിൽ നാട്ടാരും കുടുംബക്കാരേ. ഞമ്മന്റെ കണ്ടസ്റ്റന്റ് ഗ്രീഷ്മക്കുട്ടിയുടെ സൽക്കാരത്തിന് കല്യാണ പീരീശങ്ങളാണേ ഇന്ന്. പുയ്യാപ്ലേൻ കൂട്ടരും ഒത്തിങ്ങെത്തിടുമെന്നത് കാത്തത വീട്ടിൽ നാട്ടാരും കുടുംബക്കാരേ. മോളെ അടിച്ചു പൊളിച്ചു പാടി. ആ സന്തോഷത്തിലാപ്പി ഇതൊക്കെ പാടി തന്നത് കേട്ടോ. തകർത്ത് പാടി, ഗംഭീരമായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ജിഷു ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? ഹായ് ഗ്രീഷ്മ ചേച്ചി, ഫാന്റാസ്റ്റിക് സിംഗിങ്. എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞാൽ ഐ ഹവ് സീൻ യു പെർഫോമിങ് ഇൻ മെനി സ്റ്റേജസ്. ഇവിടെ മാത്രമല്ല, നമ്മൾ ഒരേ നാട്ടുകാരാണല്ലോ, അപ്പം ഒത്തിരി സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഗ്രീഷ്മ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന കാണുന്നത്. ഐ വാസ് സോ ഹാപ്പി. പിന്നെ യുവർ ആറ്റിറ്റ്യൂഡിനുണ്ട്, പെർഫോമൻസിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് എ ലോട്ട്. ഒത്തിരി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്, കീപ് ഗോയിങ്. താങ്ക് യു ചേച്ചി. എന്താ നമുക്ക് മാർക്സിലേക്ക് പോകാം. ഫിറോസ് കാ, ഔട്ട് ഓഫ് 40 39.5. 40 out of 40. സൂപ്പർ സൂപ്പർ. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഗ്രീഷ്മ പ്രതീക്ഷിച്ചില്ല. മാർക്സ് 2 മാർക്സ് കൊടുത്താലോ നമുക്ക് തിരിച്ച്? വേണ്ട. നജീം കാ, ഔട്ട് ഓഫ് 30 29.5. ഇനി 0.5 ഉണ്ടോ? 29.5. ഓക്കെ, 29.5. ഞാൻ ഇങ്ങനെ ചോദിച്ച് മേടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ജിസ് ചേച്ചി, ഔട്ട് ഓഫ് 30? ഗ്രീഷ്മ on 30, 29. 29 out of 30. So in total 98.5 out of 100. Super. എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? അതാണ് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് പാടിയാൽ ദി ബെസ്റ്റ് മാർക്സ്, ദി ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടും എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് പാടുക. ഓക്കെ.